നെതന്യാഹുവിനെ കുറിച്ച് പറയുമ്പോൾ വല്ലാത്ത ആവേശമാണ്. ലോകത്ത് ഇത്രമാത്രം ധീരത പ്രകടിപ്പിച്ച, സ്വന്തം ജനതയ്ക്ക് വേണ്ടി അചഞ്ചലമായ നിലപാടുകളെടുത്ത മറ്റൊരു നേതാവില്ല. അപ്പോൾ ഈ യൂദായിലെ സിംഹക്കുട്ടി എന്നൊക്കെ യേശുവിനെ കുറിച്ച് ബൈബിളിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ സിംഹമാണ് നെതന്യാഹു. പക്ഷെ നെതന്യാഹുവിൻ്റെ കാര്യം അത്ര രാഷ്ട്രീയമായി അത്ര ശരിയായ വഴിക്കല്ല പോകുന്നത് എന്ന് തോന്നുന്നു. സിംഹം കൂട്ടിൽ കയറുന്ന സ്ഥിതിയുണ്ടോ? ഇപ്പോൾ ഒട്ടും ശോഭനമല്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സഖ്യകക്ഷി ഭരണമാണ്. അവിടെ ഒറ്റക്കക്ഷിക്ക് ഭൂരിപക്ഷം കിട്ടുന്ന പരിപാടി ഇല്ല, അങ്ങനൊരു സംഭവം ഇല്ല. പിന്നെ 4 വർഷം പൊതുവെ പൂർത്തിയാക്കാറുമില്ല. നെതന്യാഹുവും നേരത്തെ പൂർത്തിയാക്കാതെ രാജിവെച്ച് പിന്നെ തെരഞ്ഞെടുപ്പിൽ കൂടിയൊക്കെ വന്നിട്ടുണ്ട്. ഇതിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ മത തീവ്രവാദ പാർട്ടികൾ രണ്ടെണ്ണം, അതായത് ഒന്നും മാറി. UTJ യുണൈറ്റഡ് തോറ ജൂഡായിസം പാർട്ടി, UTJ മാറി കഴിഞ്ഞ ദിവസം. അവർക്ക് 6 അംഗങ്ങളാണ് ഉള്ളത് പാർലമെന്റിൽ. പക്ഷേ ഇന്നോ നാളെയോ ഒക്കെ അടുത്ത പാർട്ടി, മറ്റേ ഷാസ് പാർട്ടി, അവർക്ക് കുറച്ചുകൂടി അംഗങ്ങളുണ്ട്, 11 അംഗങ്ങളാണെന്ന് ഓർമ്മ. അപ്പോൾ ആ ഷാസ് പാർട്ടിയും കൂടി ഇപ്പോൾ ഈ കൂട്ടുകക്ഷി മന്ത്രിസഭയിൽ മാറും. UTJ മാറിയപ്പോൾ തന്നെ ഭൂരിപക്ഷം 1 പാർലമെന്റിൽ ഒറ്റയാളുടെ ഭൂരിപക്ഷത്തിലാണ് നെതന്യാഹു നിൽക്കുന്നത് ഇപ്പോൾ. അപ്പൊ ഷാസ് പാർട്ടിയും കൂടി പിൻവലിച്ചു കഴിഞ്ഞാൽ സർക്കാർ വീഴാം. പക്ഷെ വീഴുമ്പോൾ ഉടനെ വീഴില്ല. അതാണ് അവിടുത്തെ ഒരു കാര്യം. ജൂലൈ ഒടുവിൽ നെസറ്റ് വേനലവധിക്ക് പിരിയും. അപ്പോൾ ജൂലൈ അവസാനം വരെ നെതന്യാഹുവിന് ഇതൊക്കെ അറിയാം, ഇങ്ങനെ പിടിച്ചു നിൽക്കുക എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ജൂലൈ അവസാനം വേനലവധിക്ക് പിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ 3 മാസം കിട്ടും. 3 മാസത്തിൽ ആരെങ്കിലുമൊക്കെ സോപ്പിട്ട് കൂടെ മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചു കാലം കൂടിയൊക്കെ പോകാം എന്നുള്ള അവസ്ഥയുണ്ട്. പക്ഷെ സാധാരണഗതി ഒരു ഇങ്ങനത്തെ പാർട്ടികൾ മാറുമ്പോൾ ഭൂരിപക്ഷം ഇല്ലാതെയാണല്ലോ പിന്നെയും 3 മാസം. അപ്പോൾ ഇയാൾ ശരിക്കും പ്രധാനമന്ത്രി ആണോ എന്നൊക്കെയുള്ള സംഭവങ്ങളും ഒക്കെ വരും. അതെ. പക്ഷേ ഇറ്റാമർ ബെൻഗിവറിൻ്റെ പാർട്ടിയൊക്കെ ഇതുപോലെ മുമ്പ് പിൻവലിച്ചിരുന്നു. ആദ്യത്തെ വെടിനിർത്തൽ ഉണ്ടായപ്പോൾ. പിന്നീട് വെടിനിർത്തൽ പിൻവലിച്ച് വീണ്ടും യുദ്ധം തുടങ്ങിയപ്പോഴാണ് ബെൻഗിവർ തിരിച്ചു വന്നത്. ഇപ്പോഴും ഒരു ട്രോസിൻ്റെ വക്കലേക്ക്, വെടിനിർത്തൽ കരാറിലേക്ക് പോകുന്ന ഘട്ടത്തിൽ ബെൻഗിവറും ഒക്കെ ചിലപ്പോൾ ഇറങ്ങിപ്പോയേക്കാം. അതങ്ങനെ വരാം. അതായത് ഇതിൻ്റെ അകത്തും ഇപ്പോൾ ഒരു നിയമം അവിടെ വരുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പട്ടാളത്തിൽ നിർബന്ധിത സേവനം, അതെ, ആ കോൺസ്ക്രിപ്ഷൻ, ആ നിർബന്ധിത സേവനത്തിൽ നിന്ന് ഇവർ തീവ്ര അവരെ ഒഴിവാക്കണമെന്ന് അവർ ആവശ്യപ്പെടുന്നു. അത് അംഗീകരിക്കാൻ പാടില്ലെന്ന് മറുഭാഗമുണ്ട്. അങ്ങനെയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാവുകയോ, ഈ വിഭാഗക്കാര് നെതന്യാഹു ട്രംപിനെ കാണാൻ അമേരിക്കയ്ക്ക് പോകുന്ന വഴി വിമാനത്താവളത്തിന്റെ മുന്നിൽ ഉപരോധം ഏർപ്പെടുത്തി, അതുകൊണ്ട് യാത്ര വൈകി എന്നൊക്കെ വാർത്ത ഉണ്ടായിരുന്നു. അപ്പോൾ ആ തീരുമാനത്തിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തിയാലും അവിടെ തുടരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഈ മിലിറ്ററി കോൺസ്ക്രിപ്ഷൻ ബില്ലിൽ അത് പലരുടെയും സമ്മർദ്ദം കൊണ്ടുവരുന്നതാണ്. അപ്പോൾ ഇവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ആ മാറ്റം വരുത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു വിഭാഗങ്ങൾ സമ്മതിക്കില്ല. അപ്പോൾ അൾട്രാ ഓർത്തഡോക്സ് ആ പാർട്ടിക്കാരാണ് ഇപ്പോൾ ഈ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ തീവ്ര യാഥാസ്ഥിതിക കക്ഷികൾ 2 ഒന്ന് മാറി, രണ്ടാമത്തത് ഇന്ന് അവരുടെ മറ്റേ കൗൺസിൽ കൂടിയിട്ട് ഇന്ന് മാറണോ വേണ്ടയോ. കാരണം ആ 2 പാർട്ടികളും പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുന്ന പാർട്ടിയാണ് UTJയും ഷാസും. അപ്പോൾ UTJ പോയി കഴിഞ്ഞാൽ മറ്റേവരും പോകും എന്നുള്ള സൂചനയാണ് ഇപ്പോൾ കിടക്കുന്നത്. അപ്പോൾ ഭൂരിപക്ഷം നഷ്ടപ്പെടും. മിക്കവാറും ഇന്നോ നാളെയോ നെതന്യാഹു ചിലപ്പോൾ വീഴുന്നു എന്നുള്ള അവസ്ഥയിലേക്ക് അത് പോകാം. എന്നിട്ട് പുതിയ പ്രധാനമന്ത്രി സ്ഥാനം പോകാൻ സാധ്യത കുറവാണ്. അതെ. ഈ 3 മാസത്തേക്ക് ഞാൻ പറഞ്ഞല്ലോ, അവിടുത്തെ നിയമപ്രകാരം 3 മാസത്തിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ തീരുമാനിക്കാം. എന്നാലും ഭൂരിപക്ഷം നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ UTJയ്ക്ക് ഷാസ് പാർട്ടിയുമായി വലിയ തീവ്ര ബന്ധമാണ്. 2 അൾട്രാ ഓർത്തഡോക്സ് പാർട്ടികളാണ്. ഷാസ് പോയാൽ നെതന്യാഹു വീഴുകയും ചെയ്യും. അപ്പം മന്ത്രിമാർ രാജിവെച്ച് ഈ ഇസ്രയേലിൽ 48 മണിക്കൂർ വേണം
ഇത് നിലവിൽ വരാൻ. 48 മണിക്കൂർ കഴിഞ്ഞാലേ അത് നിലവിൽ വരുള്ളൂ. നമ്മുടെ നാട്ടിലെ പോലെ ഉടനെ അത് പ്രാബല്യത്തിൽ വരില്ല. 48 മണിക്കൂർ ഇപ്പൊ തന്നെ, ഇനി 24 മണിക്കൂർ ഉണ്ട്. അപ്പോൾ തീരുമാനം അത് മാറാൻ സാധ്യതയില്ല. കാരണം ഷാസ് ഇന്ന് തീരുമാനിക്കാതിരിക്കുകയാണ് അവരുടെ മത കൗൺസിൽ ചേർന്നിട്ട്. 4 വർഷം പൂർത്തിയാക്കാൻ അവിടെ ഇതുവരെ ഭരണകക്ഷികൾക്ക് കഴിഞ്ഞിട്ടില്ല, ഒറ്റക്കക്ഷികൾക്ക് ഭൂരിപക്ഷം ഉണ്ടായിട്ടില്ല. അപ്പോൾ തിരഞ്ഞെടുപ്പ് വരാം എന്നുള്ള സൂചനകൾ ഉണ്ട്. ഇപ്പോൾ നെസറ്റ് ഡിസോൾവ് ചെയ്യാൻ, ഈ പാർലമെൻറ്റ് പിരിച്ചുവിടാനായിട്ടൊരു വോട്ടെടുപ്പ് നടക്കണം അവിടെ. അതും ഞാൻ പറഞ്ഞല്ലോ, പിരിഞ്ഞു കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞിട്ടായാലും മതിയത്. പിന്നെ ബജറ്റ് പാസ്സാകാതെ വന്നു കഴിഞ്ഞാലും നെസറ്റ് പിരിച്ചുവിടണം. നെസറ്റ് അവിടുത്തെ പാർലമെൻറ്റ് പിരിച്ചുവിടണം. അപ്പോൾ ഈ വർഷം അവസാനമോ അടുത്ത കൊല്ലം ആദ്യമോ ഇസ്രയേൽ തെരഞ്ഞെടുപ്പിലേക്ക് പോകാം എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ ഉള്ളത്. 120 സീറ്റാണ് അവിടെ നെസറ്റിലുള്ളത്. ഓരോ പാർട്ടിയും 3.25% വോട്ട് കിട്ടിയാൽ മാത്രമേ അതിൽ അംഗത്വം കിട്ടുള്ളൂ. 2019 മുതൽ 5 തെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ട് അവിടെ. 2022 നവംബർ ഒടുവിലാണ് അവസാനത്തെ തെരഞ്ഞെടുപ്പ് നടന്നത്. എന്ന് പറയുമ്പോൾ 2 കൊല്ലം കഴിഞ്ഞിട്ടേ ഉള്ളൂ നെതന്യാഹു ഒക്കെ വന്നിട്ട്. 13 പാർട്ടികളുണ്ട്. അതിൽ നെതന്യാഹുവിൻ്റെ ലിക്വിഡ് പാർട്ടിക്ക് 32 സീറ്റ്, 120-ൽ 32 സീറ്റ് നെതന്യാഹുവിൻ്റെ പാർട്ടിക്കുള്ളൂ. ഇപ്പോൾ ഇന്ന് തീരുമാനിക്കാനിരിക്കുന്ന ഷാസിന് 11 അംഗങ്ങൾ, റിലീജിയൻ സയണിസം സ്മോട്രിച്ച് മന്ത്രി അയാളുടെ പാർട്ടിക്ക് 7 പേര്, പിന്നെ ജൂയിഷ് പവർ പാർട്ടിക്ക് 6, അത് ദേശീയ സുരക്ഷാ മന്ത്രി ബെൻ ഗിവറിൻ്റെ പാർട്ടി, അതിന് 6 അംഗങ്ങളാണ്. പിന്നെ നാഷണൽ റൈറ്റ് പാർട്ടിക്ക് 4 അംഗങ്ങൾ. ഷാസ് പാർട്ടിയുടെ ആത്മീയ നേതൃത്വമാണ് ഇന്ന് കൂടി തീരുമാനിക്കാൻ പോകുന്നത്. നെതന്യാഹുവിന്റെ പാർട്ടിയാണ് വലിയ പാർട്ടി 32 പേരുണ്ട് അവർക്ക്. അപ്പോൾ ഈ ഹെറേദികൾ എന്നാണ് പറയുന്നത്. അതെ, ഹെറേദികൾ അവർക്ക് IDF-ൽ പട്ടാളക്കാരാകുന്നതിൽ നിന്ന് ഇളവ് വേണം എന്നവർ ആവശ്യപ്പെടുന്നു. അത് ഈ ബില്ലിൽ അങ്ങനെ വ്യവസ്ഥയില്ല. നിർബന്ധിത സേവനം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ബാധകം. ഞങ്ങളെ മാത്രം ഒഴിവാക്കണം എന്ന് പറഞ്ഞാൽ നടപ്പുള്ള കാര്യമല്ല. ഇത് പണ്ട് ഈ യഹോവ സാക്ഷികളും ഒക്കെ ഇങ്ങനെ പല കാര്യങ്ങളും പറയുമായിരുന്നല്ലോ പല രാജ്യങ്ങളിലും. ഞങ്ങൾക്ക് ഇളവ് വേണം, ഞങ്ങൾ ദൈവരാജ്യം മാത്രമേ അംഗീകരിക്കുന്നുള്ളൂ, അല്ലേ, രാജ്യം നമുക്ക് ബാധകമല്ല, വോട്ട് ചെയ്യില്ല, ജനാധിപത്യം അംഗീകരിക്കില്ല. ഇങ്ങനെ തിരുവിതാംകൂർ രാജകുടുംബവും പറയാറുണ്ട് ഞങ്ങൾ വോട്ട് ചെയ്യാറില്ല എന്ന്. ഞാൻ തിരുവനന്തപുരത്തൊക്കെ ഉള്ളപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഉള്ള സ്ഥിരം ജോലിയായിരുന്നു കൊട്ടാരത്തിൽ വിളിച്ച് നിങ്ങൾ വോട്ട് ചെയ്യാൻ പോയോ എന്ന് ചോദിക്കുന്നത്. ഇല്ല, ഞങ്ങളുടെ ജനാധിപത്യം വന്നതായിട്ട് ഞങ്ങൾ അംഗീകരിച്ചിട്ടില്ല എന്നാരെങ്കിലും പറയും എന്ന് പറഞ്ഞാൽ വോട്ട് ചെയ്തിട്ടില്ല. ഏതായാലും ഇസ്രായേലിൽ ഇപ്പോൾ നെതന്യാഹു ആണ് നമ്മളിപ്പോൾ കേൾക്കുന്ന ഇസ്രായേലിലെ ഏറ്റവും പ്രശസ്തനായ ജീവിച്ചിരിക്കുന്ന മനുഷ്യൻ. അപ്പോൾ നെതന്യാഹു പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറുക എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. കാരണം വാർത്തകളുടെ ലോകത്ത് കഴിഞ്ഞ വർഷം നമ്മൾ ഏറ്റവും കൂടുതൽ ഉച്ചരിച്ച 2023 ഒക്ടോബർ 7 ശേഷം ഏറ്റവും കൂടുതൽ ലോകത്തെ മനുഷ്യരെല്ലാം ഓർക്കുകയോ പറയുകയോ ചെയ്തിട്ടുള്ള ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ള പേരുകളിലൊന്നും നെതന്യാഹു എന്നായിരിക്കും, അല്ലേ? അത്ര പോപ്പുലറായ പേരാണ്. ഏറ്റവും കൂടുതൽ അച്ചടിക്കപ്പെട്ട പേരുകളിലൊന്നും നെതന്യാഹു എന്നായിരിക്കാം. അങ്ങനെയുള്ള നെതന്യാഹു പ്രധാനമന്ത്രി അല്ലാതാവുന്നു എന്ന് പറയുമ്പോൾ വല്ലാത്തൊരു വാക്വം, വലിയ വാക്വമാണ്. കാരണം ആ രാജ്യത്തിൻ്റെ ഗൗരവം എന്നൊക്കെ പറയില്ലേ, അഭിമാനം, അതൊക്കെ ശരിക്കും നെതന്യാഹു അതിൻ്റെ ഒരു മൂർത്ത രൂപമായിട്ടാണ് നിൽക്കുന്നത്. കാരണം മുമ്പും ഈ സ്പെഷ്യൽ ഫോഴ്സസിലൊക്കെ ജോലി ചെയ്തിട്ടുള്ള ആളാണ്, ഭടനാണ്, സോൾജിയറാണ്. അപ്പോൾ ഒരു സോൾജിയർ എന്നുള്ള നിലയ്ക്ക് ആ രാജ്യത്തിന് ഒന്നാമത് ഇവർ ഈ 2 പാർട്ടികൾ പറയുന്ന കാരണം സാധാരണഗതിയിൽ സമ്മതിച്ചു കൊടുക്കാൻ കഴിയുന്നതല്ല. ഞങ്ങൾ പട്ടാള സേവനത്തിനില്ല എന്നൊക്കെ പറയുന്നത്. കാരണം അവിടെ എല്ലാവരും അതിനോട് വലിയ എതിർപ്പുണ്ട്. അവിടെ ഞങ്ങളെല്ലാവരും സന്നദ്ധരായിരിക്കുന്നു, സ്വന്തം രാജ്യത്തിന് വേണ്ടി നിൽക്കുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ മാത്രമേ ഉള്ളൂ, യുദ്ധം ചെയ്യാനില്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മൾ വായിക്കാറില്ലേ സാധാരണ അവിടെ റിപ്പോർട്ടുകൾ? അവിടെ മിക്കവാറും യുവാക്കളൊക്കെ സൈനിക സേവനം നടത്തിയവരാണ്. അവർ വഴി കൂടി പോകുമ്പോഴൊക്കെ പോക്കറ്റിൽ പോക്കറ്റില്ല, ചുമലിൽ തോക്ക് തൂക്കിയിട്ടാണ് പോകുന്നത്. സൈനിക സേവനം നടത്തിയവർക്ക് തോക്ക് കൊണ്ട് നടക്കാൻ അതിലുള്ള
പെർമിഷൻ ഉണ്ട്. പെർമിഷൻ ഉണ്ട്. അത് വെറും തോക്കൊന്നുമില്ല, മെഷീൻ ഗണ്ണൊക്കെയാണ്. അങ്ങനെ തോക്കുള്ളത് കൊണ്ടാണ് അവിടെ പൊതുവെ ക്രമസമാധാന നില വളരെ ശാന്തമായിട്ട് നടന്നു പോകുന്നത്. അല്ലെങ്കിൽ അവിടെ ജെറുസലേം ദേവാലയം ഒക്കെ ഇങ്ങനെ മര്യാദയ്ക്ക് ഇരിക്കുമോ? അതെ അതെ, അവിടത്തെയൊക്കെ. ഏതായാലും നെതന്യാഹുവിന്റെ സർക്കാർ തുടരട്ടെ. പ്രധാനമന്ത്രിയായി ഇന്ത്യക്കാരായ നമുക്കും ഇഷ്ടം ഇസ്രയേലിന്റെ പ്രധാനമന്ത്രിയായി നെതന്യാഹു ഇരിക്കുന്നതാണ്. ഇന്ന് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടാലും 3 മാസത്തേക്ക് തുടരാം. ഈ തന്ത്രങ്ങളിലൊക്കെ വളരെ മിടുക്കനാണ് നെതന്യാഹു. പക്ഷേ വേറെ പാർട്ടികളൊന്നും നമ്മുടെ നാട്ടിലെ പോലെ ചേരാനോ അങ്ങനെയൊന്നുമില്ല. അതാണ് ഈ സഖ്യത്തിലെ ഇപ്പോഴത്തെ അവസ്ഥ. എന്നാലും ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നമുക്ക് നെതന്യാഹു ആണ്, നമ്മുടെ സ്വന്തം ബിബി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.